കഥ തുടങ്ങുന്നത് ആർത്ത് എന്ന പുരാതനമായ ഒരു സാങ്കല്പിക ഭൂമിയിലാണ്. അവിടെ മനുഷ്യർ വലിയൊരു ഗോത്രക്കൂട്ടമായി ജീവിക്കുന്നു. ഇവർക്ക് കൃഷി ചെയ്യാനും കാട് വെട്ടിത്തെളിയിക്കാനും വലിയൊരു ഫലഭൂഷ്ടമായ മണ്ണ് ആവശ്യമായി വരുന്നു. ആ മണ്ണ് നെയാന്തൽ എന്ന് വിളിക്കുന്ന മറ്റൊരു വംശക്കാരുടെ കൈവശമായിരുന്നു. മനുഷ്യരെക്കാൾ ഒത്തിരി ശാരീരിക ശക്തിയുള്ളവരും മൃഗങ്ങളെ പോലെ രാത്രിയിലും കണ്ണ് കാണുന്നവരും നീല നിറത്തിൽ ചോരയുള്ളവരുമായിരുന്നു നെയാന്തലുകൾ. മനുഷ്യരുടെ നേതാവായ സാൻനുങ് ഈ നെയാന്തലുകളുമായി സന്ധി സംഭാഷണത്തിന് ശ്രമിച്ചെങ്കിലും അവർ കൂട്ടാക്കിയില്ല. ഇതോടെ മനുഷ്യർ അവരെ ചതിക്കാൻ തീരുമാനിച്ചു. സാൻനുങ്ങിന്റെ മകനായ താഗോൺ എന്ന ബുദ്ധിമാനായ യുവാവ് ഒരു കുതന്ത്രം മെനഞ്ഞു. നെയാന്തലുകൾക്ക് രോഗം വരാൻ സാധ്യതയുള്ള മൃഗങ്ങളുടെ ഇറച്ചിയും തുണികളും അവർക്ക് സമ്മാനമായി നൽകി. ആ രോഗം പടർന്നു പിടിച്ച് നെയാന്തലുകൾ ദുർബലരായപ്പോൾ താഗോണിന്റെ നേതൃത്വത്തിലുള്ള മനുഷ്യരുടെ സൈന്യം അവരെ ക്രൂരമായി വേട്ടയാടി കൊന്നൊടുക്കി. ഈ ചതിക്ക് കൂട്ടുനിൽക്കേണ്ടി വന്ന ആസഹോൺ എന്ന മനുഷ്യ സ്ത്രീ കുറ്റബോധം കൊണ്ട് നെയാന്തലുകളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിരുന്നു. അവൾക്ക് ഒരു നെയാന്തൽ പുരുഷനിൽ 2 ഇരട്ട കുട്ടികൾ ജനിച്ചു. മനുഷ്യന്റെയും നെയാന്തലിന്റെയും ചോര കലർന്നതുകൊണ്ട് ആ കുട്ടികൾക്ക് പർപ്പിൾ നിറത്തിലുള്ള ചോരയായിരുന്നു. അവരെ ഇഗുദു എന്ന് വിളിച്ചു. മനുഷ്യർ ഇഗുദുക്കളെ വെറുപ്പോടെയാണ് കണ്ടിരുന്നത്. വേട്ടയാടലിൽ നിന്ന് രക്ഷപ്പെടാൻ ആസഹോൺ തന്റെ ഒരു കുഞ്ഞായ ഉൻസോമിനെ കൂട്ടി ആർത്തഡലിൽ നിന്നും ആരും ഇന്നേ വരെ പോയിട്ടില്ലാത്ത ഇയാർക്ക് എന്ന അഗാധമായ താഴ്വരയിലേക്ക് രക്ഷപ്പെടുന്നു. മറ്റൊരു കുഞ്ഞിനെ താഗോൺ രഹസ്യമായി വളർത്താൻ കൊണ്ടുപോകുന്നു. വർഷങ്ങൾ നീണ്ട യാത്രക്കൊടുവിൽ ഇയാർക്കിൽ എത്തുമ്പോഴേക്കും അമ്മ മരണപ്പെടുന്നു. മരിക്കുന്നതിന് മുൻപ് അവൾ ഉൻസോമിനോട് പറഞ്ഞു, നിന്റെ പുറകിലെ തൊലിയിലെ ശൽക്കങ്ങൾ കൊഴിഞ്ഞു പോകുമ്പോൾ നീ തിരികെ ആർത്തഡലിലേക്ക് പോകണം. ഇയാർക്കിലെത്തിയ ഉൻസോമിനെ അവിടുത്തെ പാവങ്ങളായ വാഹൻ ഗോത്രം ദത്തെടുത്ത് വളർത്തുന്നു. അവൻ വളർന്ന് വലിയൊരു യുവാവായി. വാഹൻ ഗോത്രത്തിലെ പെൺകുട്ടിയാണ് താന്യ. അവൾ ആ ഗോത്രത്തിന്റെ അടുത്ത ആത്മീയ നേതാവാകേണ്ടവളാണ്. ഉൻസോമിനും താന്യക്കും ഒരേ ദിവസമാണ് ജനിച്ചത്. ഒരു വലിയ വാൽ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ട ദിവസം. ആർത്തഡലിലെ പ്രവചന പ്രകാരം ഈ ദിവസം ജനിക്കുന്ന പെൺകുട്ടികൾ ലോകം അവസാനിപ്പിക്കാൻ പോകുന്നവരാണ്. ഉൻസോം മറ്റുള്ളവരെ പോലെയല്ല. അവന് അമാനുഷിക ശക്തിയുണ്ട്. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ അവൻ കാണും. മനുഷ്യർക്ക് സ്വപ്നം കാണാൻ കഴിയില്ല. നെയാന്തലുകൾക്കും ഇഗുദുകൾക്കും മാത്രമേ കഴിയൂ. ഇതുകൊണ്ട് ഗോത്രത്തിലുള്ളവർ അവനെ ഒരു വിചിത്ര ജീവിയായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ താന്യ അവനെ ഒരുപാട് സ്നേഹിച്ചു. അവർ 2 പേരും പ്രണയത്തിലാകുന്നു. ഒരു ദിവസം വാഹൻ ഗോത്രത്തിന്റെ വലിയൊരു ഉത്സവം നടക്കുമ്പോൾ അപ്രതീക്ഷിതമായി ആർത്തഡലിലെ താഗോണിന്റെ സൈന്യം വലിയ കുതിരകളിലേറി ആ താഴ്വരയിലേക്ക് ഇരച്ചു കയറുന്നു. ഇയാർക്കിലെ ആളുകൾക്ക് കുതിരകളെക്കുറിച്ചോ വലിയ ആയുധങ്ങളെക്കുറിച്ചോ അറിവില്ലായിരുന്നു. താഗോണിന്റെ സൈന്യം വാഹൻ ഗോത്രത്തെ ക്രൂരമായി ആക്രമിച്ചു. താന്യ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക ആളുകളെയും അടിമകളാക്കി അവർ ആർത്തഡലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. താന്യയെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും ഉൻസോമിന് സാധിച്ചില്ല. പക്ഷേ താന്യയെയും തന്റെ ആളുകളെയും എങ്ങനെയും രക്ഷിക്കുമെന്ന് അവൻ പ്രതിജ്ഞ ചെയ്യുന്നു. അവന് കുതിര ഓടിക്കാൻ അറിയില്ലായിരുന്നെങ്കിലും തന്റെ പ്രത്യേക കഴിവ് വെച്ച് അവൻ ഒരു കാട്ടുകുതിരയെ മെരുക്കി അതിന്റെ പുറത്ത് ആർത്തഡൽ നഗരം ലക്ഷ്യമാക്കി കുതിക്കുന്നു. ഉൻസോം ആദ്യമായി ആർത്തഡൽ എന്ന വലിയ നഗരത്തിൽ വന്നിറങ്ങുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നു. വലിയ കെട്ടിടങ്ങളും വിപണികളും വെങ്കല ആയുധങ്ങളുമൊക്കെ അവൻ ആദ്യമായാണ് കാണുന്നത്. പക്ഷേ അവിടെ മനുഷ്യരെ തന്നെ അടിമകളാക്കി മൃഗങ്ങളെ പോലെ പണിയെടുപ്പിക്കുന്നത് കണ്ട് അവൻ ഞെട്ടുന്നു. വാഹൻ ഗോത്രത്തെ അവിടെ ഒരു തടവറയിലാണ് അടച്ചിരിക്കുന്നത്. ഈ സമയത്ത് ആർത്തഡൽ നഗരത്തിൽ വലിയൊരു രാഷ്ട്രീയ പോരാട്ടം നടക്കുകയായിരുന്നു. സൈന്യാധിപനായ താഗോണും അവന്റെ അച്ഛനും ആർത്തഡലിന്റെ രാജാവുമായ സാൻനുങ്ങും തമ്മിൽ അധികാരത്തിന് വേണ്ടിയുള്ള തർക്കത്തിലാണ്. താഗോണിന്റെ ജനപ്രീതി കണ്ട് പേടിച്ച അച്ഛൻ സാൻനുങ് അവനെ കൊല്ലാൻ കെണിയൊരുക്കുന്നു. തന്റെ ആളുകളെ രക്ഷിക്കാൻ വഴി തിരിയുന്ന ഉൻസോം നഗരത്തിലെ പ്രധാനിയായ സാൻനുങ്ങിനെ തട്ടിക്കൊണ്ടുപോയാൽ വാഹൻ ഗോത്രത്തെ തിരികെ കിട്ടുമെന്ന് മനസ്സിലാക്കുന്നു. ഒരു രാത്രിയിൽ അതീവ സുരക്ഷയുള്ള കൊട്ടാരത്തിൽ അതിക്രമിച്ചു കയറി തന്റെ അമാനുഷിക ശക്തി ഉപയോഗിച്ച് ഉൻസോം രാജാവായ സാൻനുങ്ങിനെ തട്ടിക്കൊണ്ടുപോയി ഒരു ഉയർന്ന ഗോപുരത്തിൽ ഒളിപ്പിക്കുന്നു.
തന്റെ അച്ഛനെ ഉൻസോം തട്ടിക്കൊണ്ടുപോയി എന്ന് അറിഞ്ഞ് താഗോൺ ആ ഗോപുരത്തിലേക്ക് ഒറ്റയ്ക്ക് വരുന്നു. താഗോൺ അവിടെ എത്തുമ്പോൾ ഉൻസോം ഒരു ഡിമാൻഡ് വെക്കുന്നു. നിന്റെ അച്ഛനെ ജീവനോടെ വേണമെങ്കിൽ വാഹൻ ഗോത്രത്തിലെ ആളുകളെ വെറുതെ വിടണം. താഗോൺ അതിന് സമ്മതിക്കുന്നത് പോലെ അഭിനയിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ താഗോണിന് തന്റെ അച്ഛനെ കൊന്ന് അധികാരം പിടിച്ചെടുക്കണമായിരുന്നു. ഉൻസോം നോക്കി നിൽക്കെ താഗോൺ സ്വന്തം അച്ഛനായ സാനുങ്ങിന്റെ കഴുത്തറുത്തു കൊല്ലുന്നു. ആ കൊലപാതകം ഉൻസോമിന്റെ തലയിൽ കെട്ടിവെക്കാൻ താഗോൺ പദ്ധതിയിട്ടു. ആ പോരാട്ടത്തിനിടയിൽ താഗോണിന് ചെറിയൊരു മുറിവേൽക്കുന്നു. അതിൽ നിന്നും ഒലിച്ചിറങ്ങിയ ചോരയുടെ നിറം കണ്ട് ഉൻസോം ഞെട്ടിപ്പോയി. അത് പർപ്പിൾ നിറമായിരുന്നു. അതെ, താഗോണും ഒരു ഇഗുതു ആയിരുന്നു. ആർത്തിടലിൽ ഇഗുതുക്കളെ കൊന്നൊടുക്കുന്ന താഗോൺ യഥാർത്ഥത്തിൽ തന്റെ ഈ രഹസ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ട ഉൻസോം താന്യയെ രഹസ്യമായി കണ്ട് ഈ വിവരം പറയുന്നു. താഗോൺ ഒരു ഇഗുതുവാണ്. ആ രഹസ്യം വെച്ച് നമുക്ക് അവനെ ബ്ലാക്ക്മെയിൽ ചെയ്യാം. അങ്ങനെ വാഹൻ ഗോത്രത്തെ രക്ഷിക്കാം. പക്ഷേ താഗോൺ കൗശലപൂർവം ഉൻസോമിനെ ഒരു കെണിയിൽ വീഴ്ത്തുന്നു. ഉൻസോമിന്റെ കൂടെയുണ്ടായിരുന്ന ഒരു കൂട്ടുകാരനെ തടവിലാക്കി. ഉൻസോമിനെ പിടികൂടി അവനെ കഠിനമായ പീഡനമേൽക്കുന്ന ഒരു അടിമച്ചന്തയിലേക്ക് ദൂരെ കയക്കുന്നു. ഉൻസോം പോയതോടെ വാഹൻ ഗോത്രവും താന്യയും പൂർണ്ണമായും ഒറ്റപ്പെടുന്നു. താഗോൺ ആർത്തഡലിന്റെ പുതിയ രാജാവായി പ്രഖ്യാപിക്കപ്പെടുന്നു. താന്യയെ താഗോണിന്റെ കാമുകിയായ താഹല്യ തന്റെ കൊട്ടാരത്തിൽ അടിമയായി താമസിപ്പിക്കുന്നു. ഒരു ദിവസം കൊട്ടാരത്തിന്റെ ഉള്ളറകളിൽ വൃത്തിയാക്കൽ ജോലി ചെയ്യുമ്പോൾ താന്യ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. അവിടെ ഒരു വലിയ കണ്ണാടിയുടെ മുന്നിൽ നീണ്ട മുടിയുള്ള ഒരു യുവാവ് നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുഖം കണ്ട് താന്യ അമ്പരന്നു പോയി. അത് ഹുൻസോമിന്റെ അതേ മുഖമായിരുന്നു. പക്ഷേ അവൻ ഹുൻസോമിനെ പോലെ പരുക്കനല്ല, വളരെ സുന്ദരനും അടൃത്വമുള്ളവനുമാണ്. അവൻ മറ്റാരുമല്ല, കുട്ടിക്കാലത്ത് താഗോൺ കൊണ്ടുപോയി രഹസ്യമായി വളർത്തിയ ഉൻസോമിന്റെ ഇരട്ട സഹോദരനായ സായ ആയിരുന്നു. സായയും ഇത്രയും കാലം ഒരു മുറിക്കുള്ളിൽ തടവുകാരനെ പോലെയാണ് ജീവിച്ചത്. താന്യ സായയെ തിരിച്ചറിയുന്നതോടെ ആർത്തഡലിന്റെ ആത്മീയ വംശത്തിലെ യഥാർത്ഥ വംശപരമ്പര താന്യയുടേതാണെന്ന ചില രഹസ്യങ്ങൾ പുറത്തു വരുന്നു. ഇത് മനസ്സിലാക്കുന്ന സായ താന്യയുമായി കൈകോർക്കാൻ തീരുമാനിക്കുന്നു. മറുവശത്ത് കാഠിന്യമേറിയ അടിമപ്പണികളിൽ പെട്ടുപോയ ഉൻസോം അവിടെയുള്ള മറ്റു അടിമകളെയും കൂട്ടി തടവ് ചാടാൻ ഒരു വലിയ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നു. താഗോണിന്റെ തടവറയിൽ ഒതുക്കപ്പെട്ട് സ്നേഹമെന്തെന്നറിയാതെ വളർന്നതുകൊണ്ട് സായയുടെ മനസ്സിൽ കടുത്ത പ്രതികാര ചിന്തകളായിരുന്നു. തന്നെക്കാൾ തന്റെ കാമുകിയായ താഹല്യയെ താഗോൺ സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ സായ താഹല്യയോട് പകരം വീട്ടാൻ ഒരു കെണിയൊരുക്കി. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ സായ രഹസ്യമായി കൊലപ്പെടുത്തി. ഈ കൊലപാതകത്തിന് പിന്നിൽ സായ ആണെന്ന് താന്യ കണ്ടുപിടിക്കുന്നു. സായയുടെ ഈ ക്രൂരത കണ്ട് അവൾക്ക് ഭയം തോന്നിയെങ്കിലും തന്റെ വാഹൻ ഗോത്രക്കാരെ രക്ഷിക്കാൻ സായയുടെ സഹായം വേണമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. സായയ്ക്കാകട്ടെ കൊട്ടാരത്തിന് പുറത്തുള്ള കാര്യങ്ങൾ അറിയാനും തന്റെ പദ്ധതികൾ നടപ്പാക്കാനും വിശ്വസ്തനായ ഒരു പങ്കാളിയെ ആവശ്യമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിക്കുന്നു. ഇതിനിടയിൽ ഉൻസോം മരിച്ചുപോയി എന്നാണ് താന്യ വിചാരിച്ചിരുന്നത്. എന്നാൽ തന്റെ അനിയൻ ജീവനോടെയുണ്ടെന്നും അവനാണ് ആർത്തഡലിൽ വന്ന് രാജാവിനെ തട്ടിക്കൊണ്ടുപോയതെന്നും സായ മനസ്സിലാക്കുന്നു. ഇതേ സമയം നമ്മുടെ നായകൻ ഉൻസോം ആർത്തഡലിൽ നിന്നും വളരെ അകലെയുള്ള ദൊൽദാംബൂൽ എന്ന ഭീകരമായ ഒരു ഖനിയിലാണ് ഉള്ളത്. അവിടെ അവനെ അടിമയാക്കി കഠിനമായ പണിയെടുപ്പിക്കുകയാണ്. നരകതുല്യമായ ആ ജീവിതത്തിനിടയിൽ താന്യ മരിച്ചുപോയി എന്നൊരു തെറ്റായ വാർത്ത ഉൻസോമിന്റെ ചെവിയിലെത്തുന്നു. തന്റെ ജീവനായ താന്യയും ഗോത്രക്കാരും ഇല്ലാതായെന്ന് കേട്ടതോടെ ഉൻസോം പൂർണ്ണമായും തകർന്നുപോയി. അവൻ ജീവിക്കാനുള്ള ആഗ്രഹം വെടിഞ്ഞ് ഭക്ഷണം പോലും കഴിക്കാതെ ഒരു ജീവച്ഛവമായി മാറി. എന്നാൽ ആ ഖനിയിൽ വെച്ച് അവൻ സതുനിക് എന്ന മറ്റൊരു ഗോത്രക്കാരനായ അടിമയെ പരിചയപ്പെടുന്നു. സതുനിക് മരിക്കാൻ കിടക്കുമ്പോഴും തന്റെ ജന്മനാടായ മൊമോ ഗോത്രത്തിലേക്ക് തിരികെ പോകണമെന്ന വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചു. സതുനിക്കിന്റെ മരണം ഉൻസോമിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കി. മറ്റുള്ളവർക്ക് വേണ്ടി പോരാടണമെന്ന ചിന്ത അവനിൽ ഉണർന്നു. ഖനിയിലെ കഠിനമായ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ മറ്റു അടിമകളും മരണത്തിലേക്ക് നീങ്ങുകയായിരുന്നു.
അവരെയെല്ലാം സംഘടിപ്പിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാൻ ഉൻസോം ഒരു രഹസ്യ പദ്ധതി തയ്യാറാക്കാൻ തുടങ്ങുന്നു. തിരികെ ആർത്തഡലിൽ താഗോൺ രാജാവായി മാറിയെങ്കിലും അവന്റെ ഭരണം അത്ര എളുപ്പമായിരുന്നില്ല. അവിടുത്തെ പ്രധാന പുരോഹിത വംശമായ ആസ വംശം താഗോണിനെ പൂർണ്ണമായി അംഗീകരിച്ചിരുന്നില്ല. ദൈവങ്ങളുടെ അനുഗ്രഹമുള്ള യഥാർത്ഥ പുരോഹിതർ തങ്ങളാണെന്നാണ് അവർ വാദിച്ചിരുന്നത്. താഗോണിന്റെ അധികാരം നിലനിർത്തണമെങ്കിൽ ദൈവികമായ എന്തെങ്കിലും തെളിവ് ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കണമായിരുന്നു. ഈ സമയത്താണ് താന്യയുടെ യഥാർത്ഥ ശക്തി പുറത്തു വരുന്നത്. ആർത്തഡൽ നഗരം നിർമ്മിച്ച പുരാതന ദൈവമായ ആസാസിന്നിന്റെ നേരിട്ടുള്ള രക്തപരമ്പരയിലെ അവസാനത്തെ കണ്ണി താന്യയാണെന്ന വസ്തുത ചില പഴയ രേഖകളിലൂടെ സായയും താന്യയും കണ്ടെത്തുന്നു. നിലവിലുള്ള പുരോഹിതന്മാരെക്കാൾ വലിയ പദവി താന്യക്ക് അവകാശപ്പെട്ടതാണെന്ന് വരുന്നു. ഇത് മനസ്സിലാക്കുന്ന താഗോൺ താന്യയെ ജനങ്ങൾക്ക് മുന്നിൽ ഒരു മഹത്തായ ആത്മീയ നേതാവായി പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുന്നു. അതിലൂടെ തനിക്കും ദൈവത്തിന്റെ അംഗീകാരം ലഭിക്കുമെന്ന് താഗോൺ കണക്കുകൂട്ടി. ഖനിയിൽ ഉൻസോം തന്റെ പദ്ധതി നടപ്പിലാക്കി. കനത്ത കാവലുള്ള ആ ഖനി തകർത്ത് കാവൽക്കാരെ മുഴുവൻ അടിച്ചൊതുക്കി ഉൻസോമും മറ്റു അടിമകളും അവിടെ നിന്നും വമ്പൻ രീതിയിൽ തടവ് ചാടി രക്ഷപ്പെടുന്നതിനിടയിൽ സതുനിക്കിന്റെ ഭാര്യയായ കരിക എന്ന ശക്തയായ സ്ത്രീയെ ഉൻസോം കണ്ടെത്തുന്നു. അവൾ കടൽ ഭരിക്കുന്ന ക്രൂരരും എന്നാൽ വാക്കുപാലിക്കുന്നവരുമായ മൊമോ ഗോത്രത്തിന്റെ തലവനായിരുന്നു. തന്റെ ഭർത്താവിനെ അവസാന നിമിഷങ്ങളിൽ നോക്കിയതിനും ഖനിയിലെ അടിമകളെ രക്ഷിച്ചതിനും നന്ദിയായി കരിക ഉൻസോമിന് ഒരു വലിയ വാഗ്ദാനം നൽകുന്നു. ഇനി മുതൽ ഉൻസോമിന് എന്ത് ആവശ്യം വന്നാലും മൊമോ ഗോത്രം മുഴുവൻ നിന്റെ കൂടെയുണ്ടാകും. കനിക ഉൻസോമിന് തങ്ങളുടെ ഗോത്രത്തിന്റെ ഒരു പ്രത്യേക മുദ്ര സമ്മാനമായി നൽകി. ഈ ജയിൽ ചാട്ടത്തോടെ ഉൻസോം വെറും ഒരു അടിമയല്ല, മറിച്ച് ആർത്തഡലിനെ വിറപ്പിക്കാൻ പോകുന്ന ഒരു വലിയ വിപ്ലവകാരിയായി മാറിക്കഴിഞ്ഞിരുന്നു. കഥയുടെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ആർത്തഡലിലെ വലിയൊരു ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് താന്യയുടെ ആത്മീയ പരീക്ഷണം നടക്കുകയാണ്. ആസ വംശത്തിലെ യഥാർത്ഥ ആത്മീയ നേതാവിന് മാത്രമേ അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പുരാതനമായ ഒരു വെങ്കലമണി എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയൂ. താന്യ പരാജയപ്പെട്ടാൽ അവളെ തത്സമയം വധിക്കാനായിരുന്നു ശത്രുക്കളുടെ പ്ലാൻ. എന്നാൽ തന്റെ ബുദ്ധിശക്തിയും ഗോത്ര നൃത്തത്തിന്റെ ചുവടുകളും ഉപയോഗിച്ച് താന്യ ആ മണി കൃത്യമായി കണ്ടുപിടിക്കുന്നു. ജനങ്ങളെല്ലാം അത്ഭുതത്തോടെ താന്യയുടെ മുന്നിൽ മുട്ടുകുത്തി വണങ്ങി. അവൾ ആർത്തഡലിന്റെ ഏറ്റവും വലിയ ആത്മീയ ശക്തിയായി ഉയർന്നു. അധികാരത്തിന്റെ മുകളിൽ നിൽക്കുന്ന താഗോണിനും താഹല്യക്കും ഇനി താന്യയെ തൊടാൻ പോലും കഴിയില്ലായിരുന്നു. ഖനിയിൽ നിന്ന് രക്ഷപ്പെട്ട ഉൻസോം ആർത്തഡലിനെതിരെ പോരാടാൻ വലിയൊരു സൈന്യത്തെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇതിനായി അവൻ ആഗോ ഗോത്രത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പരസ്പരം അടിച്ചു പിരിഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ഉപഗോത്രങ്ങൾ ഉള്ളവരായിരുന്നു ആഗോ വംശജർ. അവരെ ഒരുമിപ്പിക്കുക എന്നത് അസാധ്യമായ കാര്യമായിരുന്നു. എന്നാൽ ആഗോ ഗോത്രത്തിന്റെ പുരാതന ചരിത്രത്തിൽ അവരെ രക്ഷിച്ച ഇനായ്ഷെ എന്നൊരു വലിയ നേതാവുണ്ടായിരുന്നു. അവൻ മരിച്ചുപോയെങ്കിലും വീണ്ടും ഒരു രക്ഷകനായി ജനിക്കുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. ഉൻസോമിന്റെ ധീരതയും അമാനുഷിക ശക്തിയും ഒപ്പം മൊമോ ഗോത്രത്തിന്റെ തലവനായ കരികയുടെ സഹായവും കണ്ട ആഗോ വംശജർ ഉൻസോമിനെ തങ്ങളുടെ ആ പുരാതന രക്ഷകനായ ഇനായ്ഷയുടെ പുനർജന്മമായി പ്രഖ്യാപിക്കുന്നു. ഇതോടെ ചിതറിക്കിടന്ന 30ഓളം ഉപഗോത്രങ്ങൾ ഉൻസോമിന് കീഴിൽ ഒന്നിച്ചു. അങ്ങനെ ഉൻസോം ആയിരക്കണക്കിന് പോരാളികളുള്ള അഗോ യൂണിയന്റെ വമ്പൻ നേതാവായി മാറി. തിരികെ ആർത്തഡലിൽ താന്യ ഇപ്പോൾ വെറും ഒരു അടിമയല്ല, പകരം ജനങ്ങൾ ദൈവത്തെ പോലെ കാണുന്ന വലിയൊരു ആത്മീയ ശക്തിയാണ്. അവൾ സായയുമായി ചേർന്ന് കൊട്ടാരത്തിനുള്ളിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു. താഗോണിന്റെയും താഹല്യയുടെയും ഓരോ നീക്കങ്ങളും അവർ രഹസ്യമായി നിരീക്ഷിച്ചു. താന്യ തന്റെ വാഹൻ ഗോത്രത്തിലെ ആളുകളെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു. അവർക്ക് നഗരത്തിൽ നല്ല പദവികൾ നേടിക്കൊടുത്തു. എന്നാൽ താന്യയുടെ മനസ്സിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. ഈ ആർത്തഡൽ നഗരത്തിലെ ക്രൂരമായ നിയമങ്ങൾ മാറ്റിയെഴുതുക, മനുഷ്യരെ അടിമകളാക്കുന്ന സമ്പ്രദായം നിർത്തലാക്കുക. താന്യയുടെ മാറ്റങ്ങൾ കണ്ട് താഗോണിന് അവളോട് ഭയം തോന്നിത്തുടങ്ങി. തന്റെ അധികാരം നിലനിർത്താൻ താഗോൺ കൂടുതൽ ക്രൂരനാകാൻ തുടങ്ങി. അഗോ ഗോത്രത്തെയും കൂട്ടി ഉൻസോം ആർത്തഡൽ അതിർത്തിയിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ താഗോൺ അവരെ തടയാൻ സായയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സൈന്യത്തെ അയക്കുന്നു.
അങ്ങനെയൊരു യുദ്ധക്കളത്തിൽ വെച്ച് ആ രണ്ട് ഇരട്ട സഹോദരന്മാർ ആദ്യമായി നേർക്കുനേർ വരികയാണ്. ഇവിടെയാണ് ആ വലിയ ടെസ്റ്റ്. തങ്ങൾ യുദ്ധക്കളത്തിൽ നേർക്കുനേർ പോരാടാൻ പോകുന്നത് സ്വന്തം രക്തത്തിൽ പിറന്ന ഇരട്ട സഹോദരനോടാണെന്ന് ഉൻസോമിനും അറിയില്ല, സായിക്കും അറിയില്ല. പരസ്പരം തിരിച്ചറിയാതെ വിധി കാത്തുവെച്ച ആ വലിയ യുദ്ധത്തിലേക്ക് ഉൻസോമും സായയും സൈന്യവുമായി നീങ്ങുന്ന ആ ഒരു ആകാംക്ഷഭരിതമായ നിമിഷത്തിലാണ് 1ാം സീസൺ തീരുന്നത്. ഇനി ഈ സഹോദരന്മാർ യുദ്ധക്കളത്തിൽ കാണുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവർ തമ്മിലുള്ള ആ മഹാപോരാട്ടം കാണാൻ സീസൺ 2 കാത്തിരിക്കൂ.